നമ്മുടെ ആർഭാടങ്ങൾ അല്ല നമുക്ക് വേണ്ടത്. നമുക്കൊരു രോഗമോ ദുഃഖമോ ക്യാൻസറോ മാരകമോ വന്നാൽ നമുക്ക് സന്തോഷിക്കാനൊക്കത്തില്ല. നമ്മളെല്ലാം ദൈവത്തിന് പാപികളാണ്, മുഴുവൻ പാപികളാണ്. ഇപ്പം ഞാൻ നിങ്ങൾ മരിച്ചാൽ നരകത്തിലേ പോത്തുള്ളൂ. നമ്മൾ രാവിലെ ചൊല്ലിയത് അങ്ങനെയാണ്, നരകം താനെന്നവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്യേ മൗനം ഹൃദയ ഞാൻ പോകും നീക്കുക കൃപയാലൻ പാവം. സത്യ അനുതാപത്തോടുകൂടി വലതുവശത്തെ കള്ളനെ പോലെ പാപിനിയായ സ്ത്രീയെപ്പോലെ നെഞ്ചത്തടിച്ച് കുറിയലായുസവും ചൊല്ലി മരിക്കുന്നത് വരെ കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്ന പോലെ സ്വർഗം കിട്ടിയാൽ ഭാഗ്യമായി. അതുകൊണ്ട് അനുതാപമാണ് നമ്മുടെ ആരാധനയുടെ പശ്ചാത്തലം. അതുകൊണ്ടാണ് ഇൻസ്ട്രുമെൻസും കൊയറും ഒന്നും ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കാത്തത്. സന്തോഷത്തിൻ്റെ വേളയിലാണ് അതൊക്കെ, അനുതാപത്തിൻ്റെ വേളയൊന്നുമില്ല. 137 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദുഃഖം മറന്നിട്ട് നീ സന്തോഷിച്ചാൽ നിന്റെ കൈ വരണ്ടു പോകും, നിന്റെ തൊണ്ട വരണ്ടു പോകും. ഇപ്പോഴല്ല, നരകത്തിൽ ചെല്ലുമ്പോൾ. ലാസറിനെ, ദരിദ്രനായ ലാസറിനെ പരിഗണിക്കാൻ ധനവാന്റെ തൊണ്ട വരേണ്ടത് അവിടെയാണ്, ഇവിടെയൊന്നുമല്ല. നമ്മുടെ ആരാധന എന്ന് പറഞ്ഞാൽ അനുതാപപൂരിതമായിരിക്കണം, സത്യ അനുതാപത്തോടുകൂടി. അങ്ങനെയാണ് ദൈവസന്നിധിയിൽ ചെല്ലുവാൻ നമുക്ക് ഇടയാകുന്നത്.